ഹലോ ഗായ്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്ന് നമ്മുടെ വെരി ഫസ്റ്റ് വീഡിയോ ആണ്. ആൻഡ് ഇന്നത്തോടുകൂടി നമ്മുടെ യൂട്യൂബ് ചാനൽ സ്റ്റാർട്ട് ചെയ്യാമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ആർക്കും എന്നെ പരിചയം ഉണ്ടാവില്ല എനിക്കറിയാം. അപ്പോൾ ഞാൻ എന്നെക്കുറിച്ചൊന്ന് പറയാം. എൻ്റെ പേര് ആദില. ഞാൻ തൃശ്ശൂരിൽ നിന്നാണ്. വീട്ടിൽ ഉമ്മ, വാപ്പ, അനിയൻ അങ്ങനെയാണ്. അപ്പോൾ നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങൾ വഴി പരിചയപ്പെടാം. അപ്പോൾ ഈ ചാനലിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ ഇതിലൊരു മിക്സ്ഡ് കണ്ടൻസാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അതായത് സ്പെസിഫിക്കായിട്ട് ഇപ്പോൾ ബ്യൂട്ടി ബ്ലോഗർ, ലൈഫ് സ്റ്റൈൽ അങ്ങനെയൊന്നുമില്ല. എല്ലാം ഇപ്പോൾ ബ്യൂട്ടി പ്രൊഡക്ട്സ് ആയാലും റിവ്യൂസ് ആയാലും ലൈഫ് സ്റ്റൈൽ, ട്രാവൽ, അങ്ങനെ എല്ലാം ഒരു മിക്സ്ഡപ്പ് ആയിട്ടാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അങ്ങനെയാണ് പ്ലാൻ ചെയ്യുന്നത്. ഇനി അറിയില്ല. പിന്നെ ഇങ്ങനൊരു ക്യാമറയുടെ മുമ്പിൽ നിന്ന് സംസാരിക്കാമെന്ന് വെച്ചാൽ വലിയെങ്കിലും പരിചയമൊന്നുമില്ല. പക്ഷേ പതുക്കെ ശരിയാവേണ്ട ഒരു പോയിന്റ്. അപ്പോൾ നമുക്ക് ചാനൽ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത് നമുക്ക് ബിൽഡ് ചെയ്ത് നമ്മൾ ഉദ്ദേശിക്കുന്ന ആ ഒരു ലെവലിലേക്ക് എത്തിക്കണം. അതിന് നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ടും പ്രാർത്ഥനയും എല്ലാം വേണം. അപ്പോൾ ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെന്ന് എനിക്കറിയാം. അപ്പോൾ എല്ലാവരും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്താൽ ഞാൻ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻസ് കിട്ടും. അപ്പോൾ എല്ലാവരുടെയും സപ്പോർട്ടും വേണം. എൻ്റെ ഈ കൊച്ചു യൂട്യൂബ് ഫാമിലിയുടെ ഭാഗം ആവാൻ നിങ്ങൾ ഓരോരുത്തരും തയ്യാറാവണം. അങ്ങനെ നമുക്കൊരു ഫാമിലി ആയിട്ട് മുന്നോട്ട് പോവാം. ഈ ചാനലിനെ ഡെവലപ്പാക്കാം. അങ്ങനെ നമുക്കൊരു ലെവലിലെത്താം. അങ്ങനെയൊക്കെയാണ് ഒരു പ്ലാനുകൾ. നമുക്ക് ബാക്കിയെല്ലാം കണ്ടറിയും. ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ, ഞാൻ കുറച്ച് നാൾ മുമ്പ് വാങ്ങിച്ചൊരു പ്രൊഡക്റ്റിനെ കുറിച്ച് നിങ്ങളോട് പറഞ്ഞു തരാനാണ് ഞാൻ ഇന്നത്തെ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ തംബ്നെയിൽ കണ്ടിട്ടുണ്ടാവും. ആൻഡ് ഇതാണ് സംഭവം. ഒരു സൺസ്ക്രീനാണ്. അക്വലോജിക്കയുടെ ഗ്ലൂ പ്ലസ് ഡൂയി സൺസ്ക്രീൻ. SPF 50+ ഉള്ളൊരു സൺസ്ക്രീനാണ്. UVB പ്രൊട്ടക്ഷൻ ഉണ്ട്. പിന്നെ പപ്പായ എക്സ്ട്രാക്റ്റ് ആൻഡ് വൈറ്റമിൻ സി ഉണ്ട്. പിന്നെ സ്കിൻ ബ്രൈറ്റൻ ചെയ്യും, ഹൈഡ്രേറ്റ് ചെയ്യും. പിന്നെ PA++++ ഉണ്ട്. അപ്പോൾ അതൊക്കെയാണ് ഇതിൽ കൊടുത്തിരിക്കുന്ന കാര്യങ്ങൾ. അപ്പോൾ ഇനി നമുക്ക് എൻ്റെ ഹോണസ്റ്റ് ആയിട്ടുള്ള റിവ്യൂയിലോട്ട് പോകും. അതായത് ഞാൻ ഈ പ്രൊഡക്റ്റ് വാങ്ങിച്ചിട്ട് ഇപ്പോൾ ഏകദേശം 6 മാസമായിട്ടുണ്ട്. അപ്പോൾ ഞാനൊരു ബേസിക് സ്കിൻ കെയർ സ്റ്റാർട്ട് ചെയ്യുന്ന ആലോചിച്ച സമയത്ത് ഞാനിങ്ങനെ കുറേ പർപ്പിൾ, നൈക്ക അങ്ങനത്തെ ബ്യൂട്ടി ആപ്സിലൊക്കെ സെർച്ച് ചെയ്തപ്പോൾ ബെസ്റ്റ് സെല്ലറായിട്ട് കണ്ട ഒരു പ്രൊഡക്റ്റാണിത്. അങ്ങനെയാണ് ഞാനതിൻ്റെ റിവ്യൂസ്, ആൾക്കാർ കൊടുത്തേക്കുന്ന റിവ്യൂസൊക്കെ നോക്കി. അപ്പോൾ അത്യാവശ്യം കുഴപ്പമില്ല, അങ്ങനെ ഒരു രീതിക്ക് തന്നെയാണ് ഇത് വാങ്ങിച്ചത്. അപ്പോൾ ഇത് ഞാൻ വാങ്ങിച്ച് യൂസ് ചെയ്തപ്പോൾ എനിക്ക് ഒരു ഫസ്റ്റ് പറയുകയാണെങ്കിൽ സൺസ്ക്രീൻ വാങ്ങുമ്പോൾ എനിക്കൊരു പേടിയുണ്ടായിരുന്നെന്ന് വെച്ചാൽ, ഒന്നാമത്തത് വൈറ്റ് കാസ്റ്റ് ഉണ്ടാവുക എന്നുള്ളത് ഒരു വലിയൊരു ഇതായിരുന്നു. പിന്നെ സ്കിന്നിനെ ഹാം ചെയ്യുമെന്നുള്ള ഒരു ടെൻഷൻ ഉണ്ടായിരുന്നു. പക്ഷെ ഇത് വാങ്ങിച്ച് ഞാൻ യൂസ് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. വൈറ്റ് കാസ്റ്റ് ഇല്ലയെന്ന് മാത്രമല്ല, ജസ്റ്റ് നമ്മളിങ്ങനെ ഇപ്പോൾ 2 ഫിംഗർ റൂൾ വെച്ച് അപ്ലൈ ചെയ്യുകയാണെങ്കിൽ നമ്മൾ അപ്ലൈ ചെയ്ത അപ്പം തന്നെ അതങ്ങോട്ട് അബ്സോർബ് ചെയ്ത് പോകും. കണ്ടോ, ഒരു ചേഞ്ച് നമുക്കങ്ങനെ ഫീൽ ചെയ്യില്ല. ചെറിയൊരു ഗ്ലോവും കിട്ടും. എന്നാൽ വൈറ്റ് കാസ്റ്റ് എന്ന് പറയാൻ ഒരു തരി പോലും വൈറ്റ് കാസ്റ്റ് ഇല്ല. നിങ്ങൾക്ക് നോക്കുമ്പോൾ മനസ്സിലാവുമെന്ന് വിചാരിക്കുന്നു. ഒരു തരി പോലും വൈറ്റ് കാസ്റ്റ് എന്ന് പറയാനില്ല. ജസ്റ്റ് ഒന്നും നമ്മളിങ്ങനെ ഇതാക്കി കൊടുക്കുമ്പോഴേക്കും അത് സ്കിന്നിലോട്ട് അബ്സോർബ് ചെയ്ത് ജസ്റ്റ് സ്കിൻ ലൈക്ക് തന്നെ ഫീൽ ചെയ്യുള്ളൂ. ചെറിയൊരു ഗ്ലോവും കിട്ടും. അതാണ് എനിക്ക് ഈ സൺസ്ക്രീൻ യൂസ് ചെയ്തപ്പോൾ തോന്നിയത്. പിന്നെയെന്ന് വെച്ചാൽ സ്കിന്നിന് ഒട്ടും തന്നെ ഒരു ഈ സൺസ്ക്രീൻ കാരണം സ്കിന്നിന് ഒട്ടും തന്നെ ഒരു പ്രശ്നങ്ങളോ അങ്ങനെ ഒരു ബുദ്ധിമുട്ടുകളോ ഉണ്ടായിട്ടില്ല. ഒരു ചില ഇൻഗ്രീഡിയൻസ്, കെമിക്കൽ ഇൻഗ്രീഡിയൻസ് ഇതിൽ പ്രസൻ്റ് ആയിട്ടുള്ളതെന്ന് വെച്ചാൽ ചില സൺസ്ക്രീൻസിൻ്റെ അങ്ങനെ ഒരു ഇച്ചിനെസ്സൊക്കെ കോസ് ചെയ്യുന്നതൊക്കെ കേട്ടിട്ടുണ്ട്. പക്ഷേ ഇതിന് അങ്ങനത്തെ ഇഷ്യൂസൊന്നും ഇല്ല. പിന്നെ എൻ്റെ ഒരു കോമ്പിനേഷൻ സ്കിന്നാണ്. ഈ സോണിൽ ഓയിലി, ബാക്കിയുള്ളവർക്ക് ഡ്രൈ, അങ്ങനെ ഒരു സ്കിൻ ടൈപ്പാണ് എൻ്റെ. അപ്പോൾ എനിക്കിത് അത്യാവശ്യം സ്യൂട്ടബിളായിട്ട് തോന്നി. ആൻഡ് ഇതെൻ്റെ ഫസ്റ്റ് സൺസ്ക്രീനാണ്. ഞാൻ പറഞ്ഞല്ലോ, സ്കിൻ കെയർ യൂസ് ചെയ്ത് സ്കിൻ കെയർ തുടങ്ങണമെന്ന് വെച്ചപ്പോൾ തന്നെ ഞാൻ നോക്കിയപ്പോൾ ഞാൻ വാങ്ങിച്ചൊരു പ്രൊഡക്റ്റാണിത്. ഇതെൻ്റെ ഫസ്റ്റ് സൺസ്ക്രീനാണ്.
അപ്പോൾ അത്യാവശ്യം ഇത് കുഴപ്പമൊന്നുമില്ല എന്നാണ് എനിക്ക് തോന്നിയത്. പിന്നെയെന്ന് വെച്ചാൽ ഇത് ഐഡിയൽ ഫോർ ഓയിലി സ്കിൻ എന്നാണ് മെയിനായിട്ട് പറയുക. ഓയിലി സ്കിൻ കാരണം ഇത് ഭയങ്കര ലൈറ്റ് വെയ്റ്റാണ്. അധികം വല്ലാതെ ഒരു ഓയിലി ടച്ച് നമുക്ക് ആവശ്യമില്ല. ഓയിലി സ്കിന്നുള്ളവർക്ക് വല്ലാണ്ട് ഒരു ഓയിലി ടച്ചിൻ്റെ ആവശ്യമില്ല. അപ്പോൾ ഒരു ലൈറ്റ് വെയ്റ്റ് ആയിട്ടുള്ളൊരു പ്രൊഡക്റ്റാണ്. ഒരു ഡ്യൂയി ഫിനിഷ് കൊടുക്കുന്ന ഒരു പ്രൊഡക്റ്റാണ്. അപ്പോൾ ഇത് ഓയിലി സ്കിന്നാണ് ഐഡിയൽ എന്ന് പറയാൻ പറ്റും. പിന്നെ കോമ്പിനേഷൻ ഉള്ളവർക്കും കുഴപ്പമില്ല. അപ്പോൾ ഇപ്പോൾ മെയിനായിട്ട് പറയാൻ കാരണം എന്ന് വെച്ചാൽ നൈക്കയിലിപ്പോൾ സെയിൽ നടക്കുന്നുണ്ട്. ഹോട്ട് പിങ്ക് ബോക്സ് സെയിൽ നടക്കുന്നുണ്ട്. അപ്പോൾ സാധനങ്ങൾക്കൊക്കെ നല്ല രീതിക്ക് തന്നെ ബ്യൂട്ടി പ്രൊഡക്ട്സ്, മേക്കപ്പ് പ്രൊഡക്ട്സ് എല്ലാ സാധനങ്ങൾക്കും നല്ല രീതിക്ക് ഡിസ്കൗണ്ട് എടുക്കുന്നുണ്ട്. 40%, 50% അങ്ങനെ ഡിസ്കൗണ്ട് എടുക്കുന്നുണ്ട്. അപ്പോൾ ഈ സൺസ്ക്രീൻ എന്തായാലും യൂഷ്വൽ റേറ്റിനെങ്കിലും കുറവായിരിക്കും നിങ്ങൾ വാങ്ങുന്നുണ്ടാവുക. അപ്പോൾ 28th വരെയാണ് ആ സെയിൽ നടക്കുന്നത്. അതിന് മുമ്പ് ചെക്കൗട്ട് ചെയ്താൽ നിങ്ങൾക്ക് ഇത് വാങ്ങണമെന്നുണ്ടെങ്കിൽ തന്നെ നല്ല ഡിസ്കൗണ്ടിൽ സാധനം കിട്ടും. അപ്പോൾ ഫൈനലായിട്ട് ഇതിനെക്കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇതൊരു നല്ല, ഞാൻ യൂസ് ചെയ്തിട്ട് എനിക്ക് നല്ല പ്രൊഡക്റ്റാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു ബേസിക് സ്കിൻ കെയർ സ്റ്റാർട്ട് ചെയ്യണം, ഒരു സൺസ്ക്രീനൊക്കെ വേണമെന്ന് തോന്നുകയാണെങ്കിൽ നിങ്ങൾ നോക്കിയിട്ട് ഇത് ഇഷ്ടമായെങ്കിൽ വാങ്ങാം. അപ്പോൾ ഇപ്പോൾ വാങ്ങുകയാണെങ്കിൽ നിങ്ങൾക്ക് പൈസ കുറവാവുള്ളൂ. ഇത് എല്ലാ പ്രൊഡക്ട്സിനും, സൺസ്ക്രീനിന് മാത്രമല്ല ലിപ്സ്റ്റിക്സ് എല്ലാ പ്രൊഡക്റ്റിനും ഡിസ്കൗണ്ട്സ് അവൈലബിൾ ആണ്. നൈക്കിയിൽ പോയി ചെക്ക് ചെയ്ത് നോക്കുക. ഈ പ്രൊഡക്റ്റ് നിങ്ങൾ യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ യൂസ് ചെയ്യുന്നവരാണെങ്കിൽ നിങ്ങളുടെ റിവ്യൂസ് കമൻറ്റ് ബോക്സിൽ പറയുക. പിന്നെ നിങ്ങൾക്ക് എങ്ങനത്തെ ടൈപ്പ് ഓഫ് വീഡിയോസാണ് വേണ്ടത് അതിനെക്കുറിച്ച് പറയുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അതിനു മുമ്പ് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. നമുക്ക് ഈ കൊച്ചു ഫാമിലീനെ വലുതാക്കി എടുക്കണം. ആൻഡ് അടുത്ത വീഡിയോയിൽ കാണാം. ബൈ ബൈ.